കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നവരുടെ വാർത്തയ്ക്ക് പഞ്ഞമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിന് പിന്നാലെ ഒളിമ്പ്യൻ പത്മിനി തോമസും തലസ്ഥാനത്തെ മറ്റ് ചില തമ്പാനൂർ സ്വദേശികളുള്ള നേതാക്കന്മാരും ഇന്ന് BJPയിൽ ചേർന്നു. കൂടുവിട്ട് കൂടുമാറുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ആയാറാം ഗയാറാം പൊളിറ്റിക്സ്. ഗയാറാം. പലരും പാർട്ടി വിടുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം ഇങ്ങനെയാണ്: ഇത് കോരിയാൽ തീരാത്ത വെള്ളമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കോരി തീർക്കാവുന്നൊരു വെള്ളമല്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. കടൽ ചുരുങ്ങുകയും നേതാക്കളുടെ മോഹങ്ങൾ നിറഞ്ഞ ആകാശം വികസിക്കുന്നതുമാണ് സമീപകാല കാഴ്ചകൾ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ മോഹം. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതാണ് എന്റെ തീരുമാനം. പുറത്തേക്ക് ഒരു വാതിലില്ല. പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്ന മോഹം നടക്കാതെ വന്നപ്പോൾ പിന്നെ BJPയെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ എന്താ എന്നായി പത്മജയുടെ ചിന്ത. പക്ഷെ എനിക്കൊരു സമ്മാനമല്ലോ, രാത്രി മനസ്സമാനായിട്ട് ഉറങ്ങാം. ഇവരെ 10 ചീത്ത വിളിച്ചിട്ട് ഇതിലൊക്കെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ അങ്ങനെ വിങ്ങി നിൽക്കുക ഞാൻ. അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരെയും തിരിച്ച് ഞാൻ പറയും. വേറെ ഒന്നും ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ആക്ഷേപിക്കില്ല കേട്ടോ. ഇവരെന്തെങ്കിലും എന്നെ പറഞ്ഞാൽ ഞാൻ എത്ര മറുപടി പറയാൻ എനിക്കറിയാം. അപ്പോൾ പണ്ടൊക്കെ എനിക്കത് പറ്റില്ല. ഓച്ചാനിച്ച് നിന്നിട്ട് പോരാനേ പറ്റുള്ളേ. അവിടെ നിന്നല്ലെങ്കിൽ അപ്പം നമ്മളെ പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം സഹിച്ച് ഞാൻ നിന്നതാണ്. പക്ഷേ എല്ലാം മിക്ക കോൺഗ്രസ്സുകാർക്കും എൻ്റെ വിഷമങ്ങൾ അറിയാം. അതുകൊണ്ടാണ് എന്നോടുള്ള അറ്റാക്ക് കുറവെന്ന് എനിക്ക് തോന്നി. ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഞാൻ ഇതിൽ കൂടുതൽ ചീത്തവിളി പ്രതീക്ഷിച്ചതാണ്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ നേരത്തെ BJPയിൽ കയറിയതിനാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി. ദേശീയ സെക്രട്ടറി, വക്താവ് സ്ഥാനങ്ങൾ വേറെയും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് 2 മുന്നണികളും മാറി ഭരിക്കുമ്പോഴും അവർക്ക് നാട് നന്നാക്കാനോ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ താല്പര്യമില്ല. പക്ഷേ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ എല്ലായിടത്തും അത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിലും ചെയ്തു തുടങ്ങും. അതിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിയും കേരളത്തിൽ ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. അനിൽ ആന്റണി BJPയിൽ ചേർന്ന കാലത്ത് കണ്ട മട്ട് നടിച്ചില്ല PC ജോർജ്. മുമ്പുണ്ടായിരുന്ന BJP സഖ്യം ഉപേക്ഷിച്ചായിരുന്നു നടപ്പ്. സംസ്ഥാനത്തെ പ്രബല മുന്നണികൾ കൈവിട്ട PC ജോർജ് BJPയെ തള്ളിപ്പറഞ്ഞ പഴയ നിലപാട് തിരുത്തി. സ്വന്തം പാർട്ടിയെ BJPയിൽ ലയിപ്പിച്ച് മോദി സ്തുതിയിൽ മുമ്പനായി. പക്ഷേ പത്തനംതിട്ട അനിൽ ആന്റണി കൊണ്ടുപോയിരുന്നു. പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നവരില്ല, അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. പത്മജയ്ക്കും പത്മിനിക്കും മുൻപേ അനിൽ ആന്റണിക്കും ഷോൺ ജോർജിനും മുൻപേ BJPയിൽ ചേർന്നത് കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കനാണ്. അന്നോളം പറഞ്ഞതും BJP ക്ഷമിച്ചു. How many lies? Instead of calling them blunt lies, we have been calling them a word borrowed from Amit Shah ji. We have been calling them jumlas. They are not jumlas anymore. They are pure lies, lies and lies. The period which they have been ruling, aspirations are understandable in a growing economy, but you can't feed common man eternally with lies. അന്ന് ടോം വടക്കൻ ഡൽഹി അക്ബർ റോഡിലെ AICC ആസ്ഥാനത്തിന്റെ പടിയിറങ്ങി BJP ആസ്ഥാനത്തിന്റെ പടി കയറിയപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. ടോം വടക്കൻ വലിയ നേതാവല്ലെന്ന് അന്ന് പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധി. वडक्कन नहीं वडक्कन बड़े लीडर नहीं है. देश में 3 मुद्दे हैं, ठीक है. सबसे जरूरी मुद्दा बेरोजगारी, नरेंद्र मोदी फेल. दूसरा मुद्दा भ्रष्टाचार, तीसरा मुद्दा किसानों का मुद्दा. AP അബ്ദുള്ളക്കുട്ടി CPIM MP ആയിരുന്നുവെങ്കിലും BJPയിലെത്തിയത് കോൺഗ്രസ് വഴിയാണ്. ഇപ്പോൾ BJP ദേശീയ വൈസ് പ്രസിഡന്റാണ് അബ്ദുള്ളക്കുട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C രഘുനാഥാണ് ലോക്സഭയിലേക്ക് കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവായിരുന്ന പന്തളം പ്രതാപൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJPയിലെത്തി അടൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കോൺഗ്രസ് നിയോഗിച്ച G രാമൻ നായർ
ഇന്ന് BJP ദേശീയ കൗൺസിൽ അംഗമാണ്. വനിതാ കമ്മീഷൻ അംഗമായി കോൺഗ്രസ് നിർദ്ദേശിച്ച ഡോക്ടർ ജെ പ്രമീളാദേവി ഇന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. PSC ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിയോഗിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്കും തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭയിലേക്കും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇവർക്കൊക്കെ മുൻപ് BJPയിൽ പോയി പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നകന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ S കൃഷ്ണകുമാറും ഈ നിരയിലുണ്ട്. ഇങ്ങനെ കോൺഗ്രസുകാർ പോകുമ്പോൾ CPIM പാളയത്തിൽ നിന്നാരും പോയിട്ടില്ലേ എന്ന ചോദ്യം ഉയർന്നേക്കാം. LDF MLA ആയിരിക്കെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ അൽഫോൺസ് കണ്ണന്താനം അപ്രതീക്ഷിതമായി BJPയിൽ ചേർന്ന സംഭവമുണ്ട്. മുൻ മന്ത്രി V വിശ്വനാഥ മേനോൻ 2003 എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ മത്സരിച്ചതും പിന്നീട് CPIM സഹയാത്രികനായി തുടർന്നതും ചരിത്രം. ഇപ്പോൾ ദേവികുളം മുൻ MLA S രാജേന്ദ്രനെയാണ് BJP ഉന്നമിട്ടിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24.